ഹൽ 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 ഹ എന്താണല്ലേ ഇന്നത്തെ ഇൻട്രി മോട്ടർ വായിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് ഇവരൊക്കെ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ആകെയുള്ള പ്രശ്നം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മാത്രമാണ് എന്നാണ് ഇന്ന് ഇവരുടെ ഡൽഹിയിൽ നിന്ന് വന്ന വക്കീല് ഘോരം ബാധിച്ചത്. ഇവർക്ക് രണ്ടാമത് ഫ്രീസ് ചെയ്തത് ഇവർക്ക് പ്രശ്നമല്ലത്രേ. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് ടെമ്പററി അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കിയത് ഇവർക്ക് പ്രശ്നമല്ലത്രേ. പ്രശ്നമുള്ളത് മൂന്നാമത്തെ കാര്യമാണ്. ഇവരുടെ വീട് വിൽപ്പന നടത്തുന്നതിൽ മാത്രമാണ് ഇവർക്ക് പ്രശ്നം എന്നാണ് നമ്മുടെ ഇൻട്രി മോഡലിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് മക്കളെ ഈ അപ്പീലുകളൊക്കെ പോകുന്നത്. ശ്രീനാഥ് പ്രതാപിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിങ്ങൾക്കൊന്നും പൈസ തരാൻ വേണ്ടിയിട്ടല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. എന്തായാലും എൻട്രി മോഡർ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുക. അത് സൈറ്റിൽ ലഭ്യമാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യത്തിനെക്കുറിച്ച് ഇവർക്ക് യാതൊരുവിധ വേവലാതികളും ഇല്ല. ഇപ്പോൾ വേവലാതികളില്ല എന്നാണ് പറയുന്നത്. വേവലാതികളുള്ളത് ഇവരുടെ വീട് വിൽപ്പന നടത്തുന്നതിൽ മാത്രമാണ് എന്നാണ് ഡൽഹിയിൽ നിന്ന് വന്ന വക്കീൽ, ഇവരുടെ ഏറ്റവും സീനിയറായിരിക്കുന്ന വക്കീൽ വാദിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിൽപ്പന നടത്തുന്നതിന് ഒരു ചെറിയ കാര്യം, അത് റെഗുലർ കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റർ നടക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ എല്ലാ ജഡ്ജിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആ സമയത്ത് ഇത് ജസ്റ്റിസ് സുധാ മാഡം ഈ കേസ് പരിഗണിക്കും. ആ സമയത്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കട്ടെ എന്നാണ് ജസ്റ്റിസ് ജയചന്ദ്രൻ സാറ് എന്ന് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചിലതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് പ്രതാപൻ സാർ എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് പ്രതാപൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും വയസ്സായ ആൾക്കാരും വിദ്യാസമ്പന്നരും ഒരുപാട് പൈസ ഇട്ടവരും ഒക്കെ ശ്രീനാമാടം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പോലും ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് ശ്രീന ബെയിൽ കേസ് എന്നാണ്. 3141 കോടിയുടെ ബിസിനസ് നടത്തിയ ഒരു കേരളത്തിലെ പ്രമുഖ സിഇഒയെ പേരെടുത്ത് വിളിക്കാൻ മാത്രം മണി ചെന്തണ്ടികൾ വളർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.